ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു തട്ടിക്കൂട്ട് ഇല്യൂഷൻ ആർട്ടിൻ്റെ ട്യൂട്ടോറിയലാണ്. ഇത് ശരിയാവില്ലെന്ന് ഒന്നും എനിക്കറിയത്തില്ല. ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് വരകൾ ഇങ്ങനെ ഒന്ന് വേവി ആയിട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരച്ചു കൊടുക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ഇതിൻ്റെ തുടക്കം. അതുപോലെ തന്നെ കുറേ കാലം മുമ്പാണ് ഞാൻ ഈ വോയിസ് ഡബ്ബൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെ വീഡിയോസിന്. ചില ആൾക്കാരത് കണ്ടിട്ടില്ല. എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ചുമ്മാ ഇന്നപ്പോൾ വെച്ച് ചെയ്തേക്കാം. അപ്പം ഏകദേശം ഞാൻ അവിടെ കുറച്ച് വരകളൊക്കെ വരച്ചു. അതെന്തായാലും കഴിയാറായി. അപ്പം അത് ഒന്ന് ബാക്കിയും കൂടെ കുറച്ചുകൂടെ പരിപാടി ഉണ്ട് ഇതിനകത്ത് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഇത് മാത്രം ആയതേ ഉള്ളൂ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ സംസാരിക്കുമ്പോൾ കുറേ അപ്പം എന്ന് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സംസാരിക്കുമ്പോൾ അറിയാതെ വന്നു പോകുന്നതാണ്. അപ്പം ക്ഷമിക്കണം. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ വരകൾ നിങ്ങളൊന്ന് നമ്മുടെ ഒരു സർക്കിളിൻ്റെ ചെറിയൊരു പോർഷൻ വരയ്ക്കുന്നവരാണ് അങ്ങനെയൊക്കെ പറയാം. അപ്പം നിങ്ങൾക്ക് ആ വരയ്ക്കുന്ന കണ്ടാൽ മനസ്സിലാവുമായിരിക്കുമല്ലോ. അപ്പോൾ അതുപോലെ വരയ്ക്കണം. അപ്പം അങ്ങനെ നമ്മളിങ്ങനെ കുറച്ചൊന്ന് താത്തിയിടിങ്ങൊരു ഇങ്ങനെ എന്താ പറയുക, നിങ്ങളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു വര പോലെ വരച്ച് കഴിഞ്ഞാൽ അതൊരിത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ കുറച്ചിങ്ങനെ താത്തിയിട്ടിങ്ങനെ ഫ്രണ്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. ഞാൻ ആ വരയ്ക്കുന്ന പോലെയൊക്കെ വരച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ആ ഒരു ഡ്രോയിങ് കിട്ടും. അപ്പോൾ കുറച്ചൊരു ഇല്യൂഷൻ പോലെയൊക്കെ ഇരിക്കും. അപ്പം അതിപ്പം എല്ലാത്തിലും അതുപോലെ തന്നെ ചെയ്യുക. നിങ്ങൾക്ക് ആ നടുവിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ ആ വരകളെല്ലാം കൂടിയിട്ടൊരു കുരുക്ക് പോലെ കാണാം. അതിനിടയ്ക്ക് നിങ്ങളിങ്ങനെ ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു വൃത്തികേട് ഇരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ നടുവിലുള്ള ഒരു കുരുക്ക് ഇങ്ങനെ നമ്മൾ വരച്ച് വരുമ്പോൾ അവിടെ ഇങ്ങനെ ആക്സിഡൻ്റലി വരുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ ഞാനായിട്ട് എക്സ്ട്രാ പോയി വരച്ചതല്ല. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾ ശ്രമിച്ച് വരയ്ക്കണം എന്നൊന്നുമില്ല. നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വരകൾ വരയ്ക്കുക. അത് അവസാനം നിങ്ങൾ ഷെയ്ഡൊക്കെ ചെയ്ത് വരുമ്പോൾ അടിപൊളിയാവും. അതുപോലെ തന്നെ ഞാൻ എല്ലാം അതുപോലെ തന്നെ ആ ഒരു വരയൊക്കെ വരച്ച് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ പെൻസിൽ വെച്ചൊന്ന് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ അതൊരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇല്യൂഷൻ ആർട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ആ ഒരു ഇല്യൂഷനൊക്കെ കിട്ടാനായിട്ട് സൈഡിൽ ഷെയ്ഡ് ചെയ്യുന്നത് കുറച്ച് നല്ല ഭംഗിയുണ്ടാവും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ എങ്ങനെയാണോ നിങ്ങൾക്ക് ഷെയ്ഡിന് ഇഷ്ടം അതേപോലെ ഷെയ്ഡ് ചെയ്യുക. ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാതെ നിങ്ങൾക്കൊരു രീതി ഉണ്ടാവുമല്ലോ, സൈഡിൽ ഡാർക്കായിട്ട് അങ്ങനെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ അത് ചെയ്യാനായിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് ചെയ്യാൻ നന്നായിട്ട് തോന്നുന്നത് അതുപോലെ ചെയ്യുക. അതുപോലെ തന്നെ ഇല്യൂഷൻ ആർട്ട് നല്ലോണം ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാവും. അങ്ങനെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ തന്നെയൊക്കെയാണോ ഞാൻ ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം അതിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അതുപോലെ തന്നെ ഇനിയും എന്തെങ്കിലും മെച്ചപ്പെടുത്താൻ അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നാക്കാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പം നമ്മളിനിയും പിന്നെ അപ്പം കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതെനിക്കറിയാതെ എൻ്റെ ഞാൻ സംസാരിക്കുമ്പോൾ പണ്ട് തൊട്ടേ ഞാൻ ഇങ്ങനെ അപ്പം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ വന്ന് പോകുന്നത്. അപ്പോൾ അതൊരു അവിടെ പിന്നെ ഗൈസ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കത് കേട്ടിട്ടൊരു ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇനി നമ്മൾ ഐ തിങ്ക് ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ആ ഒരു ഷെയ്ഡിങ് പരിപാടിയൊക്കെ കഴിഞ്ഞെന്നുള്ളതാണ്. അങ്ങനല്ല, സോറി, തെറ്റിപ്പോയി. ഷെയ്ഡിങ് എനിക്കിങ്ങനെ കുറേ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ കിളി പോവും. അതുപോലെ തന്നെ ഞാൻ ഈ സൈഡിൽ ഞാനിപ്പോൾ നിങ്ങളെ ഒരു പോർഷനെ കാണിച്ചിട്ടുള്ളൂ. എനിക്ക് അപ്പുറത്തെ സൈഡിലും എന്താ പറയുക ഷെയ്ഡിങ് ഒക്കെ ചെയ്യാനുണ്ട്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾക്കത് ചെയ്യുന്നത് ഷെയ്ഡ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ ചെയ്യുന്നതൊരു പെർഫെക്റ്റ് ഷെയ്ഡിങ് ഒന്നും അല്ല. എന്നാൽ കൂടെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഷെയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയും നിങ്ങൾക്ക് എങ്ങനെയാണോ ഷെയ്ഡ് ചെയ്യാൻ തോന്നുന്നത് അങ്ങനെ തന്നെ ചെയ്യണം. എന്നിട്ട് അടിപൊളിയാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ട് കഴിയുമ്പോൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് എടുത്ത് നോക്കി വേറെ വീഡിയോസൊക്കെ കാണുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല. അത് ഞാൻ നൈസിനൊന്ന് എൻ്റെ ചാനലൊന്ന് പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ ചാനൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വേറെ വീഡിയോസൊക്കെ എടുത്ത് നോക്കണം എന്നുള്ളത് ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്. റെസ്പെക്റ്റ്
അല്ല റെസ്പെക്റ്റ് അല്ലല്ലോ, അയ്യോ എൻ്റെ റിക്വസ്റ്റ് അത് തന്നെ. അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും അത് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ നന്നായിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യുമ്പോൾ അടിപൊളിയാവും. അപ്പോൾ ഇത് കുളമായോ ഇല്ലയോ എന്നുള്ളതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. എന്തായാലും ഇനി ഞാൻ ഇങ്ങനത്തെ ലോങ് വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് കിട്ടും.